യേശുവിൽ പ്രിയപ്പെട്ടവരെ, പി.ടി. ഉഷയുടെ സ്പോർട്സ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്ന ടിൻഡു ലൂക്ക ഒളിമ്പിക്സിലൊരു ഗോൾഡ് മെഡൽ നേടണമെന്നുള്ള സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച് കഠിനമായ പരിശീലനങ്ങളിലൂടെ കടന്നുപോയി. ഒരിക്കൽ സൺഡേ സപ്ലിമെൻറ്റിൽ അവളെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ ഇപ്രകാരം വായിക്കാനിടയായി: ടിൻഡു ലൂക്കയുടെ ജീവിതത്തിൽ സാധിച്ച ഇഷ്ടങ്ങളെക്കാൾ സാധിക്കാത്ത ഇഷ്ടങ്ങളായിരുന്നു കൂടുതൽ എന്ന്. നശ്വരമായ ഒരു കിരീടം സ്വന്തമാക്കാൻ വേണ്ടി മനുഷ്യർ ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്, ഒത്തിരി ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ നമുക്കെല്ലാവർക്കും സങ്കടം തോന്നിയ ഒരു നിമിഷമായിരുന്നല്ലോ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത്. പക്ഷേ ആ ഒരു ലക്ഷ്യം സാധിക്കാൻ ഫൈനൽ വരെയുള്ള അവളുടെ വീറോടുകൂടിയുള്ള പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒത്തിരി ത്യാഗങ്ങൾ എടുത്താണ് അവൾ അവിടം വരെ എത്തിയത്. ആ യോഗ്യത നേടാൻ വേണ്ടി രാത്രിയിലെടുത്ത പരിശീലനങ്ങളും ത്യാഗങ്ങളും നിരവധിയാണ്. മനുഷ്യൻ, നമ്മളും ഒക്കെ ഇന്ന് ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ത്യാഗമാണ് അനശ്വരമായ കിരീടത്തിന് വേണ്ടി സ്വർഗത്തിലൊരു ഗോൾഡ് മെഡൽ നേടാൻ നാം ചെയ്യേണ്ടത്. ഒത്തിരി ഇഷ്ടങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഒത്തിരി ത്യാഗങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അച്ചടക്കത്തോടെ കൃത്യമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നല്ല ഓട്ടം നമ്മൾ ഓടിയാലേ ഈ ഒരു ഗോൾഡ് മെഡൽ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.